വാട്സ്ആപ്പ് ഗെയിമേഴ്സ് വെൽക്കം ബാക്ക് ഗൈസ്. നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് മൈൻക്രാഫ്റ്റ് സ്കൈ ബ്ലോക്കുമായിട്ട്. സോ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ തുടക്കം തന്നെ വീട് പണിയാൻ വേണ്ടി ഞാൻ ഇന്നലെ കുറേ ഇരുന്ന് ഗ്രൈൻഡ് ചെയ്തു. കുറേന്ന് വെച്ചാൽ കുറേ ആ ഗ്രൈൻഡ് ചെയ്ത് എത്രത്തോളം ഞാൻ ഇവിടെ ഇരുന്ന് മയം ചെയ്തെന്ന് വെച്ചാൽ എൻ്റെ ഒരു AFK ആയിരുന്നു. ഞാൻ ഭയങ്കര AFK ആയിരുന്നു. എത്രത്തോളം AFK എന്നു വെച്ചാൽ എൻ്റെ കൺട്രോളറിൻ്റെ മണ്ടയ്ക്കൊരു സ്വിച്ചിൻ്റെ മണ്ടയ്ക്കൊരു വെയിറ്റ് എടുത്ത് വെച്ചങ്ങ് AFK ആയിരുന്നു. എത്ര കിട്ടിയെന്ന് അറിയുന്നിട്ട് ഇത് നോക്ക്, എത്ര സ്റ്റാക്കാണ് ഞാൻ എണ്ണിയില്ല. 24-25 സ്റ്റാക്കുണ്ട്. അയ്യോ ഓക്കെ. അങ്ങനെ കുറേ നേരം ഞാൻ ഗ്രൈൻഡ് ചെയ്ത് അവസാനം ഒരു പിക്കാക്സ് മാത്രം ബാക്കി ബാക്കി ഇത്രയും കറക്റ്റ് ഇത്ര ഒരു പിക്കാക്സ് ആയിട്ട് വന്നപ്പോൾ ഞാൻ ഇതിനു വേണ്ടി ടോട്ടൽ എത്ര പിക്കാക്സ് പൊട്ടിച്ചെന്ന് നിങ്ങൾക്കറിയോ? അത് എണ്ണം പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ഇതിനു വേണ്ടി ഞാൻ 8 പിക്കാക്സ് പൊട്ടിച്ചു. 8 എണ്ണം. ഇത്ര പൊട്ടിച്ചിട്ട് ഞാൻ വുഡ് വാങ്ങി ചെയ്തില്ല. കോബിൾ സ്റ്റോൺ ഞാൻ AFK മരം നമുക്കായിട്ട് വെട്ടണം അത്രയും. ആ സമയം കോബിൾ സ്റ്റോൺ അതേപോലല്ല. ഇവിടെ നല്ലല്ലോ വെട്ടാൻ. ഞാൻ അപ്പുറത്തൊരു സ്ഥലം ഉണ്ടാക്കി, അവിടെ 2 മരം ക്ലിക്കുകയും ചെയ്തു. ഞാൻ നമ്മുടെ വീടിൻ്റെ ഇത് ക്രിയേറ്റീവ് ചെറുതായിട്ട് സ്ട്രക്ചറൊക്കെ പണിഞ്ഞ് നോക്കി. നല്ല പണിയുണ്ട്. ഏകദേശമൊക്കെ കുറേ ചെയ്യണം. എന്നാൽ സാപ്ലിങ് കിട്ടി. സാപ്ലിങ് നമുക്ക് അവിടെ കൊണ്ട് നടണം. അവിടെ അത്രയും വന്നിട്ടില്ല. സോ ഇത് പൊക്കോട്ടെ. ഞാൻ വരുത്തിക്കൊള്ളാം. എവിടെ പോവാ? ഇവിടെ ഇന്നാൾ ഞാൻ അടച്ചു വെച്ചായിരുന്നു. ഏതാണ്ട് ഈ ബ്ലോക്ക് ഒരു ഡർട്ട് കിട്ടുമോ? ഇതോ ഇരിക്കുന്നു. ഇതന്നെ ഇവിടെ ചുമ്മാ ഇരിക്കുന്നു. ഇനി വന്നേ പോലെ. ഇവിടെ വെച്ചാൽ ആവില്ലല്ലോ. അവിടെ കിഴുത്തില്ലേ? ഓക്കെ. ഓക്കെ, ഒരെണ്ണം എക്സ്ട്രാ കിട്ടിയല്ലോ. എന്നാലും ഇത്രയും കോബിൾ സ്റ്റോൺ ഞാനിത് മൈൻ ചെയ്തു. എന്തായാലും നമുക്കിനി നമ്മുടെ വീടങ്ങ് പണിയാനുള്ള തുടങ്ങിയാലോ? നമുക്ക് കുറേ പ്ലാങ്കും വേണം, ഇതിന് പലതും വേണം കുറേ. അതുകൊണ്ടായിരുന്നു എനിക്ക് മടി. എന്തായാലും ഞാൻ എൻ്റെ ഉള്ള പ്ലാങ്കും ഇത് ലോഗും എല്ലാം എടുക്കാം. എല്ലാം എടുത്തിട്ട് ഞാൻ പ്ലാങ്ക് ഉണ്ടാക്കാം. പ്ലാങ്ക് മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. പ്ലാങ്ക് സ്റ്റെയറൊക്കെ ആണ് കുറേ. എന്നുവെച്ചാൽ നടുക്കൂടി ഒരു വഴി പോകുന്നുണ്ട്. ഇത്രേ ഉള്ളായിരുന്നു ഗ്യാപ്പ്. അതിൽ കുറേ ഉണ്ടായിരുന്നല്ലോ ഞാൻ പണിയപ്പോൾ. അപ്പം ഇതിൽ നിൽക്കുമോ? ദൈവം, ഇത് മൊത്തം പൊട്ടിക്ക് മാറ്റേണ്ടി വരുമോ? നമുക്ക് പണിഞ്ഞു നോക്കാം. സ്റ്റെയർ തന്നെ ഇത്രയും കയറുമല്ലോ. 1 2 3 സ്റ്റെപ്പ് സ്റ്റെയർ തന്നെ വരും. പിന്നെ ഇത്ര സ്റ്റെപ്പ് അതുകൂടെ വരുമ്പോൾ തീർന്നല്ലോ. ഇത് ഞാൻ ഇച്ചിരൂടെ അങ്ങോട്ട് ഫുൾ ഇളക്കി പണിയേണ്ടി വരുമെന്നാ. എടാ പക്ഷെ അത് ചെയ്യാൻ ഞാൻ ഒരു തേക്കും 18 എണ്ണം ഒന്നും പോരാ. വീട് പണിയാൻ എത്ര എണ്ണം വേണമെന്നറിയോ? ഇത്രയും കോഴ്സ് എടുക്കാം. ഞാൻ ഫുൾ ബ്ലോക്ക് വെച്ചായിരുന്നു പണി. സ്ലാബ് ആക്കണ്ടല്ലോ. ഫുൾ ബ്ലോക്ക് വെച്ചാൽ ഞങ്ങൾ പണിയാം. സ്റ്റെയർ 2 സൈഡിലും ഉണ്ട്. അത് വുഡിൻ്റെ സ്റ്റെയറാണ് ഞാൻ ആദ്യം വെച്ച ക്രിയേറ്റീവിൽ. ഞാൻ വീട് പണിയുന്ന ഒരു സ്പീഡിൽ കാണിക്കാൻ എൻ്റെ മറ്റേ റെക്കോർഡ് ചെയ്യാൻ തോന്നില്ല. അപ്പം ചെറിയൊരു സ്പീഡ് കണ്ടിട്ട് വാ. അച്ചീവ്മെൻറ്റോ? എന്തിന്? ഓക്കെ, ലൈഫ് സ്റ്റോക്ക് എന്നൊരു അച്ചീവ്മെൻറ്റ് കിട്ടി. എന്തിനാന്ന് പറഞ്ഞുകൂടാ. 2 3
ഓക്കെ, എൻ്റെ സ്ലാബെല്ലാം തീർന്നു. ഇപ്പോൾ എടുത്തോണ്ട് വരാം. സ്ലാബെല്ലാം ഇത് ഫുള്ളൊക്കെ അല്ലേ ഇത്ര നേരം വെച്ച്? അല്ല, ഇവിടുന്നൊക്കെ പൊട്ടിച്ചെടുത്ത 3 ഷീപ്പ്. അയ്യോ, ആര് താഴെ വീഴല്ലേ. എല്ലാവരും എനിക്ക് തന്നെ കൊല്ലണം. അടുത്ത വൂള്. ഓക്കെ, 3 വൂള് കിട്ടി. എടാ, ഇന്നത്തെ എപ്പിസോഡ് നല്ല ലക്കി എപ്പിസോഡ്. എൻ്റെ ഫുഡ് എന്ത് ചെയ്യാലോ? ഒരു പൂ കിട്ടോ? പൂ അല്ല എൻ്റെ ഇന്നാൾ ഞാൻ എൻ്റെ പെട്ടിക്കകത്തുനിന്ന് എടുത്ത് താഴെ കളഞ്ഞത് പൂവല്ലേ? ഷടോ, ഞാൻ ഇന്നാൾ ഈ പൂ കളഞ്ഞു. എനിക്ക് എന്തെങ്കിലും വെച്ച് ഡൈ ഉണ്ടാക്കാൻ പറ്റും. ഇവിടെ ഇരിക്കുന്നത് എന്തുകൊണ്ട് ഇത് വെച്ച് ഡൈ ഉണ്ടാക്കാൻ പറ്റും. സ്വീറ്റ് ബെറീസ് വെച്ച് ഡൈ ഉണ്ടാക്കാൻ പറ്റണേ. എടാ. അയ്യോ, റെഡ് ഡൈ. അയ്യോ, പോപ്പി മാത്രമേ പറ്റത്തുള്ളൂ. ഷിറ്റ്. പണി പാളി. എല്ലാം കഴിഞ്ഞ്. എടാ, കഷ്ടിച്ച് ഒരു ഇത് കിട്ടിയപ്പോഴാണ് അതും പറ്റത്തില്ല. അവിടെ പൂ നിൽപ്പുണ്ട് ഏതെങ്കിലും ഐലൻഡിൽ ഞാൻ പോയാൽ. ഡെസേർട്ടിലില്ല, സ്നോ ബയോമിലില്ല. ബാക്കിൽ എൻ്റെ വീടിൻ്റെ തൊട്ട് പുറകെ തന്നെ പൂവുണ്ടായിരുന്നു. വെള്ളക്കില്ല. 3 മഞ്ഞപ്പൂവല്ലേ നിൽക്കുന്നത്. സൺഫ്ലവറിൽ നിന്ന് മഞ്ഞ ഡൈ ഉണ്ടാക്കാൻ പറ്റുമോ? പിന്നെ 2 കിട്ടും സൺഫ്ലവറിൽ നിന്ന്. പിന്നെ നീ വാ. അപ്പോൾ ഒരു ഡൈ കൂടെ. ഓക്കെ, ഒരു യെല്ലോ ബെഡ് അങ്ങ് ഉണ്ടാക്കാം നമുക്ക്. ബേസിൽ പോട്ടെ, എന്നിട്ട് ക്രാഫ്റ്റ് ചെയ്യാം. ആദ്യമായിട്ടൊരു നൈറ്റ് നമ്മുടെ സ്കൈ ബ്ലോക്കിൽ ഉറങ്ങാൻ പോകും. ആദ്യമായിട്ടൊരു സ്കൈ ബ്ലോക്ക് ഞാൻ വീട് പണി. ഇവിടെ ബെഡ് വെക്കാനാണ്. ഇവിടെ ഇപ്പം തന്നെ അങ്ങ് ബെഡ് വെച്ചേക്കാം. ഞാൻ ബെഡ് വെക്കാൻ വേണ്ടി ഇത് വെച്ചിരുന്നു. ഒരു ആക്സ് പോയെങ്കിലും പിക്കാക്സ് വെച്ച് ഞാൻ പൊട്ടിക്കും. പിക്കാക്സ് വെച്ച് പൊട്ടിക്കാം. അങ്ങനെ കുറേ ഹെൽത്ത് പോകും എൻ്റെ. ഓക്കെ, ക്രാഫ്റ്റിംഗ് ടേബിൾ എന്ത് ചെയ്യും? എനിക്ക് വെറുതെ ആവുന്നു. ഇതിൽ ഈ 2 എടുത്ത് വെച്ച് 1 2 ഇതെടുത്ത് വെച്ച് അയ്യോ, പ്ലാങ്ക് അല്ല, ഇതെന്ത് ചെയ്യും? വൂളെടുത്ത് വെച്ച്. ഓക്കെ, 3 വൂള്. ഇനി എൻ്റെ വുഡില്ലേ? വുഡ് എന്ത് ചെയ്യും? പൊന്നോ, ഈ വുഡെടുത്ത് പ്ലാങ്ക് ആക്കുന്നു. ആദ്യമായിട്ടൊരു ബെഡ് ക്രാഫ്റ്റ്. ഗുഡ് നൈറ്റ് ഹാസ് കംപ്ലീറ്റഡ്. ഗുഡ് നൈറ്റ് ഇവിടെ വെക്കുന്നു. ബ്ലൂം. എടാ, നല്ല ലക്കിയസ്റ്റ് എപ്പിസോഡ് ഇന്നത്തെ നല്ല ലക്കി എപ്പിസോഡ്. റീസ്പോൺ സെറ്റാക്കാം. ആദ്യമായിട്ട് നമ്മൾ ഉറങ്ങുകയും ചെയ്തു. എനിക്ക് ഇന്നത്തെ അടിപൊളി എപ്പിസോഡ്. വീടും പണിഞ്ഞു, എന്തെല്ലാം പറ്റി. അപ്പോൾ ഞാൻ വേറെ ഒന്നും ചെയ്യാൻ നിൽക്കുന്നില്ല. എനിക്ക് വയ്യ. ഞാൻ മൊത്തത്തിൽ പൊളിഞ്ഞിരിക്കുന്നു. ഒന്നും മനസ്സിലാവുന്നില്ല എങ്ങനെ ഇതൊക്കെ കിട്ടിയെന്ന്. ആദ്യമായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഭയങ്കര സന്തോഷം. ഓക്കെ, നമ്മുടെ ഇന്നത്തെ ലക്കിയസ്റ്റ് ആയിട്ടുള്ള പാർട്ട് 4 അല്ല 5 പാർട്ട് 5ൻ്റെ എപ്പിസോഡ് ഇത്രേ ഉള്ളൂ. ഇനി അടുത്ത പാർട്ട് 6 ആയിട്ട് എല്ലാവർക്കും കാണാം നമ്മുടെ സ്കൈ ബ്ലോക്ക് എപ്പിസോഡ്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.